എൻ്റെ വീട്ടിൽ വർക്കിംഗ് ഏരിയയിൽ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. എൻ്റെ സംശയം, അടുപ്പ് കിഴക്ക് ഭാഗത്തേക്ക് ആക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? എനിക്ക് തെക്കു ഭാഗത്തേക്കാണ് സൗകര്യം. ഇസ്ലാമികമായിട്ടോ ശാസ്ത്രീയമായിട്ടോ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഉള്ളൊരു അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസമാണ് വീടുണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകമായി കൊണ്ട് സ്ഥാനം നോക്കുക, അടുപ്പുണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം സ്ഥാനം നോക്കുക, ബാത്റൂം ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം സ്ഥാനം നോക്കുക. ഇങ്ങനെ ഒരു സ്ഥാനം നോക്കുന്ന സംവിധാനം ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. എന്നാൽ തൻ്റെ ഒരു സ്ഥലം വാങ്ങുന്ന സമയത്ത് തൻ്റെ അയൽവാസികൾ ഏറ്റവും നല്ല ആളുകളാകണം എന്നുള്ള നിലക്ക് നല്ല ആളുകളുടെ കൂട്ടത്തിൽ പോയി താമസിക്കലും അതുപോലെ തന്നെ അത്തരം ഇടങ്ങളിൽ വീടെടുക്കുക എന്നുള്ളതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നന്മകളും തിന്മകളുമൊക്കെ സ്വാധീനിക്കപ്പെടുന്നതിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ സ്വാധീനം വലുതാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള നല്ല അയൽപക്കം നോക്കിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കിയുമൊക്കെ വീടുകൾ എടുക്കുക എന്നതല്ലാതെ സ്ഥലത്തിൻ്റെ സൗകര്യം എങ്ങനെയാണോ, നമുക്ക് കൂടുതൽ സൗകര്യം എങ്ങനെയാണോ ആ നിലക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ഈ കാറ്റിൻ്റെ ദിശ അഥവാ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാറ്റിൻ്റെ ദിശ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതല്ല എങ്കിൽ ചിലപ്പോൾ തീപിടുത്തത്തിനും മറ്റുമൊക്കെ കാരണമാകാൻ അത് ഇടയാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അടുപ്പ് നിൽക്കുന്ന ഭാഗത്തേക്ക് തീയിനെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ കാറ്റടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അതിൻ്റെ ഉള്ളിൽ വല്ല കനലുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും കാറ്റും മറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അത് തീയായി വരാനും ശ്രദ്ധയിൽപ്പെടാതെ തീ പിടിക്കാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഒഴിച്ചാൽ മതപരമായി കൊണ്ട് അതിന് യാതൊരു നിലക്കുമുള്ള വിലക്കുകളുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം എവിടെയാണോ അടുപ്പ് നിർമ്മിക്കാൻ അവിടെ നമുക്ക് അടുപ്പ് നിർമ്മിക്കാവുന്നതാണ്, ബാത്റൂം നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട് എങ്ങനെ എടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലക്ക് നമ്മൾ എടുക്കുക. ആ സമയത്ത് നമ്മുടെ അയൽവാസികൾക്ക് അതുകൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകരുത്. എൻ്റെ സ്ഥലമാണ്, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ വീടെടുക്കും എന്നൊക്കെ പറഞ്ഞ് വീടെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും മഴവെള്ളവും മറ്റുമൊക്കെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് വരുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെയും മറ്റും അല്ലെങ്കിൽ അഴുക്കുകളും മറ്റൊക്കെ അയൽവാസിയുടെ വീട്ടിലേക്കോ മറ്റു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഉപദ്രവമില്ലാത്ത ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ നമുക്ക് നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം അതുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.